ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആർ മെക്ടെക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെ തപ്പി എടുക്കാം എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ എൻജിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ പേപ്പർ വർക്കിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള കണ്ടീഷൻ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു വണ്ടി തപ്പി എടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി. അപ്പോൾ വണ്ടിയുടെ ഏകദേശം ഒരു വണ്ടി തപ്പിയെടുക്കുമ്പോൾ ഒരു വണ്ടീനെ കുറിച്ച് അധികം അറിയാത്ത ആളുകൾക്ക് എങ്ങനെ തപ്പിയെടുക്കാം എന്നുള്ളത് ഞാൻ പേപ്പർ വർക്ക് തൊട്ട് കാണിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഏറ്റവും ഒരു വണ്ടി എടുക്കാൻ മുമ്പ്, ഇന്നത്തെ കാലത്ത് വണ്ടി എടുക്കാൻ പോണതിന് മുമ്പ് നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റേ അതുപോലെ തന്നെ ഓരോ നവമാധ്യമങ്ങളിൽ കണ്ടിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും വണ്ടി എടുക്കാൻ പോവുക. അപ്പോൾ നമ്മൾ വണ്ടി കാണുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ബുക്കും പേപ്പറും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞിട്ട് വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബുക്കും പേപ്പറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബുക്കും പേപ്പറും ഇതിൽ ഇതാ കണ്ടില്ലേ, ഇതിൽ എൻജിൻ നമ്പർ, ചേസ് നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനത്തിന് എത്ര ഓണർഷിപ്പ് എന്നുള്ളത് നോക്കണം വെച്ചെങ്കിൽ, ഇപ്പോൾ നിലവിൽ മാവേണ്ട സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞ് വെച്ചെങ്കിൽ ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങൾ എത്ര എണ്ണം മറിഞ്ഞിട്ടുണ്ടെന്ന് ഒരു പരിധി വരെ അറിയാം. പഴയ ബുക്കും പേപ്പറുള്ള വണ്ടികളിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് തൊട്ടിട്ടുള്ളതാണ് അറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം ബുക്കും പേപ്പറിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതല്ല വെച്ചെങ്കിൽ ഈ ബുക്കും പേപ്പറിലും HDFC ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക്, അല്ലെങ്കിൽ SBI ഇതൊക്കെ കാണാം. അത് കാണേണ്ട അർത്ഥം ഈ സാധനത്തിൻ്റെ ബുക്കും പേപ്പറും ഓൾറെഡി ഒറിജിനൽ നമുക്ക് വിൽക്കാനുള്ള ഒരു ഓതറൈസേഷൻ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ കസ്റ്റമർ അതിൻ്റെ ഇത് ലോണ് ബാക്കി നിൽക്കുന്നുണ്ട്, അതും അല്ലെങ്കിൽ ആ ലോണ് ബാക്കി നിൽക്കുന്നതിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്ലിയറൻസ് കസ്റ്റമർ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സാധനം നമ്മൾ ഉറപ്പ് വരുത്തണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വണ്ടി നമുക്ക് ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ പേര് മാറാൻ പറ്റില്ല. കാരണം ഈ സാധനത്തിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ക്ലിയറൻസ് എടുക്കേണ്ടത് നമ്മളല്ല, ഇത് മുമ്പ് എടുത്ത ഹൈപ്പോത്തിക്കേഷൻ ക്ലിയറൻസ് ഓൾറെഡി എടുക്കേണ്ടത് നിലവിൽ ആരുടെ പേരിലാണ് ആ വണ്ടി, അവരുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹൈപ്പോത്തിക്കേഷൻ ക്ലിയറൻസ് കിട്ടുള്ളൂ. RTO ഓഫീസിൽ നിന്ന് അവരാണ് അപ്ലൈ ചെയ്തിട്ട് എടുത്തു തരേണ്ട ചുമതല. അപ്പം നമ്മൾ ഓടിച്ചാടിയിട്ട് ആ വണ്ടി എടുക്കാൻ പോയി അവർക്കും അത് അറിഞ്ഞില്ല വെച്ചാൽ നമ്മളിത് ബുക്കും പേപ്പറും കൊണ്ടിട്ട് മാറാൻ കൊടുക്കുമ്പോൾ ഈ സാധനം നിലവിൽ കിട്ടില്ല. പിന്നെ അടുത്തത് ഇതിൻ്റെ വാലിഡിറ്റി നോക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. അത് ഇതാ കണ്ടില്ലേ, ഈ വണ്ടി 2005 വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ടെസ്റ്റിൻ്റെ ഇത് കണ്ടോ, 2025 വരെ അതിൻ്റെ ടെസ്റ്റിൻ്റെ ജാനുവരി വരെ. അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സ് വരുന്നത് 31 ഡിസംബർ 2024. ടെസ്റ്റും ടാക്സ് നോക്കണം, പ്രൊവിഷനും അതിലുണ്ട്. അപ്പോൾ എത്ര കാലം വണ്ടി ടെസ്റ്റോ ടാക്സോ അങ്ങനെ ഡ്യൂയോ കാര്യങ്ങളോ ഉണ്ട് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയുള്ള ഒരു ഇതാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കണ്ടോ, 18/11/2020 തൊട്ട് 17/11/2021 വരെ. ഇതിന് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത നല്ല ലോങ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. കാരണം ഒരു കൊല്ലാണ് ഇൻഷുറൻസ് കിട്ടുക. 17/11/2021 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇൻഷുറൻസ് ആയി. കഴിഞ്ഞ മാസം ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് ഇനി ഒരു കൊല്ലത്തേക്ക് നോക്കണ്ട. അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഭാഗം, പേപ്പർ ഭാഗം ഓൾറെഡി ഓക്കെയാണ്. ഇനി നമുക്ക് വണ്ടി എങ്ങനെയാണ് നോക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വണ്ടി നോക്കാൻ പോവാണ്. വണ്ടി നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വണ്ടിയുടെ ഈ പേപ്പർ സൈഡ് മൊത്തം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം വണ്ടിയുടെ ബോണറ്റ് തുറക്കുക. ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ പേപ്പറിൽ ഉള്ള കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്കറിയണ്ടേ. പേപ്പർ വേറെ വണ്ടിയുടെ ആണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുള്ളതാണെങ്കിലോ അതിന് ഉള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ എൻജിൻ നമ്പറും ചേസ് നമ്പറും. എൻജിൻ നമ്പർ ഉണ്ട്, അത് ഒരു മെക്കാനിക്കിനെ വെച്ച് നോക്കണം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയണത്, ചേസ് നമ്പറും എൻജിൻ നമ്പറും. അതായത് ഈ വണ്ടിക്ക് ഇത് കണ്ട, ഇതാണ് ഈ വണ്ടിയുടെ എൻജിൻ നമ്പർ. ഈ എൻജിൻ നമ്പർ ഈ ബുക്കിൽ ഓൾറെഡി എൻജിൻ നമ്പർ ഉണ്ടാവും. ആ ബുക്കിലത്തെ എൻജിൻ നമ്പറും ഈ എൻജിൻ നമ്പറും ഒരുപോലെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ചേസ് നമ്പർ ഇവിടെ ഉണ്ടാവും. ഇത് പോരാഞ്ഞിട്ട് ഒരു പഞ്ചിങ് നമ്പറും ഉണ്ടാവും ചേസുമ്മ ഒരു പഞ്ചിങ് നമ്പർ ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഇതേ എൻജിൻ നമ്പർ, ഈ ബുക്കിലുള്ള എൻജിൻ നമ്പർ എൻജിൻ്റെ ഭാഗങ്ങളിലുണ്ടാവും. അത് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊരു മെക്കാനിക്കിനെ വിളിച്ചിട്ട്, പല വണ്ടിക്ക് പല സ്ഥലത്താണ് കിടക്കുന്നത്, അത് കാരണം നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ കാര്യം വ്യക്തമായിട്ട് നോക്കിയിരിക്കണം. അതെല്ലാം വെച്ചെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോയിട്ട് പോലീസ് പിടിക്കുമ്പോൾ വല്ല കള്ളവണ്ടിയാണ്, ബുക്കും പേപ്പറും തൊള്ള തോന്നിയതാവും എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ബുക്കും പേപ്പർ മാറി കിട്ടും. തുടർന്നുള്ള അങ്ങോട്ടുള്ള ഒരു അവസ്ഥ, അടുത്ത ടെസ്റ്റ് വരുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോലീസ് കേസ് വരുമ്പോഴത്തേക്കോ വല്ല വിഷയം വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കേണ്ട കാര്യം, വണ്ടിയുടെ മെക്കാനിക് കാര്യത്തിലേക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ലോ വൈസുള്ള കാര്യങ്ങൾ തെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി എടുത്തിട്ട് കുടുങ്ങാൻ നിൽക്കേണ്ട അവസ്ഥ ആരും വരുത്തരുത്. നമ്മളിതാ വണ്ടിയുടെ ബോണറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി വണ്ടിക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫസ്റ്റ് എല്ലാം കൂടിയിട്ട് നോക്കണ്ട. ഫസ്റ്റ് എൻജിൻ റൂമൊക്കെ ഒന്ന് നോക്കുക. എൻജിൻ റൂമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ, ഈ വണ്ടിയുടെ എൻജിൻ റൂം വല്ല വൃത്തികേടുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക.
അപ്പോൾ ഏകദേശം ആ കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ കിട്ടുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ എഞ്ചിൻ റൂമൊന്നും വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡോറ് തുറന്നിട്ട് ഡോറിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. പിന്നെ ഇന്നർ കാര്യങ്ങൾ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് കുട്ടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആകെ കച്ചറ പിടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയാവും. നല്ല ഡീസൻ്റായിട്ട് ഉപയോഗിക്കണം. അവനവൻ്റെ വീട് എങ്ങനെ, ബെഡ്റൂം എങ്ങനെ വൃത്തിയാക്കിയിടും അതിനേക്കാളും വൃത്തിയാക്കിയിട്ടാണ് അവനവൻ്റെ കാറുകൾ ഇടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത് എന്താ, എഞ്ചിനാണ്. ഏറ്റവും കൂടുതൽ കാശിലുള്ള പണി വരുന്നതും എഞ്ചിന്മേയാണ്. ബോഡി ഓൾറെഡി എല്ലാവർക്കും നോക്കാറിയാം എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് നോക്കാറുള്ള കാര്യമില്ല. നമുക്ക് വിഷ്വലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ബോഡി. എന്നാൽ എഞ്ചിൻ അതുപോലെയല്ല. അത് വിഷ്വലായിട്ട് കണ്ടു കഴിഞ്ഞാലും എഞ്ചിൻ്റെ കണ്ടീഷൻ നോക്കാൻ അത് അറിയണവർക്ക് തന്നെ അറിയുള്ളൂ. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ നോക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാണ്ട് വണ്ടി എഞ്ചിൻ റൂം തുറന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതെന്താ ചെയ്യാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാനിപ്പോൾ നോക്കുന്ന കാര്യം നിങ്ങൾ നിലവിൽ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം ഓടിച്ചു, എഞ്ചിനൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറക്കിയതാണ്. ഒരിക്കലും ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഇട്ടിട്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കരുത്. വണ്ടി ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവുക. ടെസ്റ്റ് ഡ്രൈവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, എഞ്ചിൻ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ചൂടായിട്ട് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കിട്ടില്ല. പെർഫോമൻസ് നോക്കണ രീതി ഇങ്ങനെയാണ്. എഞ്ചിൻ്റെ രണ്ട് രീതിയിലാണ് നമുക്ക് ചെക്കിങ് ചെയ്യേണ്ടത്. ആദ്യം അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. എഞ്ചിൻ്റെ സൗണ്ട് വെച്ചിട്ട് എഞ്ചിൻ്റെ ബെയറിങ്സ് പോയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യന് മെക്കാനിക്ക് പരമായിട്ടുള്ള അറിവില്ലാത്ത ഒരാൾക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഒരു വണ്ടി അത്യാവശ്യം ഓടിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ചിട്ടൊരു ധാരണയുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാവും നല്ലത്. എന്നിരുന്നാലും എഞ്ചിൻ്റെ കംപ്രഷൻ വീക്ക് ഉണ്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. കംപ്രഷൻ വീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത് ഡീസൽ എഞ്ചിനായാലും പെട്രോൾ എഞ്ചിനായാലും ഈ ഭാഗത്തു നിന്നാണ്. ഇത് അങ്ങോട്ട് ഊരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുക പോകണ്ടോ, ഈ പുക ശരിക്കും പോകാൻ പാടില്ല. ഈ പുക പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, എഞ്ചിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിലവിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കത്തി കഴിഞ്ഞ് അതിൻ്റെ പവറിൽ പിസ്റ്റൻ താഴ്ത്തിക്കൂലാണ്. ആ പിസ്റ്റൻ്റെ താഴ്ത്തിക്ക് പരമാവധി പവർ കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ റിങ്സും കാര്യങ്ങളുണ്ട്. ആ റിങ്സിൻ്റെ തോർന്നിട്ട് താഴത്തേക്ക് ഈ കംപ്രഷൻ പോകാൻ പാടില്ല. ഇപ്പം ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്രഷൻ താഴത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഈ പുക ഇതുകൂടെ വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ എഞ്ചിൻ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ മുകളിലേക്ക് കംപ്രഷൻ വരുന്ന രീതിയുണ്ട്. പിസ്റ്റൻ്റെ മുകളിലേക്ക് വാൽവിൻ്റെ സൈഡ് കൂടെ കണ്ടോ, മുകളിൽ കൂടെ പുക വരണണ്ട. ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വരാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇന്നോ നാളെ വഴിയിൽ എടുക്കുന്നതല്ല, അടുത്തുനിന്ന് എഞ്ചിൻ പണി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എഞ്ചിൻ ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മെയിനായിട്ടുള്ള എൻജിൻ നോക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് എൻജിൻ. നമ്മൾ അങ്ങനെ എൻജിൻ്റെ ചെക്കിങ് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, വണ്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ ഓരോ ഭാഗങ്ങളിൽ തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അണ്ടർ ബോഡിയിൽ തുരുമ്പോ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് പറയണം. അല്ലാണ്ട് അത് മറ്റേ ഒരു മാർജിൻ അതിന് നമ്മൾ പണിയാനുള്ള കാശ് കാണണം. പിന്നെ വണ്ടിയുടെ നോക്കാനുള്ള സാധനങ്ങൾ ബോഡിയാണ്. ബോഡി ഇടിച്ചിട്ടുണ്ടോ, തൊട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കണത്. അതായത് വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ വണ്ടി ഇടിക്കാണ്ട് കിട്ടൽ കുറവാണ്. പക്ഷേ സൈഡ് ഭാഗങ്ങൾ മറ്റേത് ഇടിക്കണമെന്നില്ല. ഫ്രണ്ട് പോയിട്ട് ഫ്രണ്ട് ഈ മുമ്പിൽ നിന്ന് അങ്ങോട്ട് ഇടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വണ്ടിയുടെ അലൈൻമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ അത് ഇടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്തൊക്കെ നോക്കുക. ഈ ഭാഗങ്ങളിൽ ഒന്ന് ചെക്ക് ചെയ്യുക, കണ്ണോട്ട് നോക്കുക. ഇതൊക്കെ കമ്പനി രീതിയിലുള്ള പാച്ചിങ്ങാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ വീണ്ടും ഒരു ഇടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനായിട്ടുള്ള പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ നിങ്ങൾക്കറിയാം റോബോട്ടാണ് ഈ പാച്ചും കാര്യങ്ങളൊക്കെ വെൽഡിങ് ഒക്കെ ചെയ്യണത്. മനുഷ്യൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇത് അതേപോലത്തെ ക്ലാരിറ്റിയിൽ കിട്ടില്ല. ഈ ഭാഗങ്ങൾ ഇതിന് ആപ്രോൺ എന്നാ പറയുക. ഈ ആപ്രോണിന് ഇടി കിട്ടി കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിലവിൽ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ
പാർട്ടിക്കിളിനെ ഈ ഫ്രണ്ടിലത്തെ ഈ കാണുന്ന പാർട്ടിക്കിളും ഈ കാണുന്ന പാർട്ടിക്കിൾ ഇതിൻ്റെ മുമ്പിലത്തേക്ക് വരുന്ന ഈ എൻജിൻ പിടിപ്പിക്കുന്ന ഭാഗത്തിനൊക്കെ കൂടിയിട്ട് പറയണ പേരാണ് ആപ്രോൺ. ആപ്രോണിന് ഇടി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഇടി ആവില്ല, നല്ല രീതിയിൽ വണ്ടിക്ക് ഇടി തട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞ് വെച്ചെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് ആപ്രോൺ ഇടിച്ചിട്ടില്ല. കാരണം ആ പാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് പാസ്റ്റിംഗ് ആണ് കമ്പനി ഇട്ട് വന്നിട്ടുള്ള എന്തെയുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സർവീസ് സെൻ്ററിലൊന്നും റോബോട്ടോ കാര്യങ്ങളോ സെറ്റപ്പ് ഒന്നുമല്ല, ഇത് മനുഷ്യൻ വെച്ചിട്ട് വെൽഡ് ചെയ്യാണ് ഇത് ചെയ്യുക. അപ്പം നമ്മുടെ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. എത്ര അലൈൻമെൻറ്റ് ചെയ്താലും വണ്ടി ക്ലിയർ ആവണമെന്നില്ല. പിന്നെ വണ്ടി ഒരു സൈഡിലേക്ക് മറ്റേ കൈ വിട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിങ് പോവുക, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ട് ടയർ ഒരു സൈഡ് വെട്ടിത്തേയുക, അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ഈ ഇടി പറ്റിയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും. ഇടി പറ്റിയിട്ടുള്ള വണ്ടി ഇടി പറ്റാത്ത വണ്ടി തമ്മിൽ ഏകദേശം ഒരു 10,000-50,000 60,000 രൂപയുടെ വ്യത്യാസത്തിലാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നോർമലി നോക്കേണ്ടത് വല്ല ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നാണ്. നോർമലി ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നമുക്ക് നമ്മുടെ വിഷ്വൽ ഇൻസ്പെക്ഷനിൽ നോക്കാം. ഇതുണ്ടോയെന്ന് നോക്കി കഴിഞ്ഞ് ഇതൊക്കെ മാറുന്നത് നിലവിൽ എന്താണെന്ന് വെച്ചിങ്ങനെ നമ്മുടെ എന്താ പറയുക അതിനുള്ള കോസ്റ്റും കൂടി നമ്മൾ വണ്ടി കാണണം. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ കാണാം. നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. ഇതേപോലെ തന്നെ വരുന്ന ഒരു ഭാഗമാണ് എല്ലാ ഡോറുകൾ ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. കണ്ടോ, ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഇവിടുത്തെ പാസ്റ്റിങ്, ഈ സൈഡിലത്തെ പാസ്റ്റിങ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഒരാൾക്ക് ഈ പാസ്റ്റിങ്ങിൽ കമ്പനി ഇടുന്ന പാസ്റ്റിങ്ങും പിന്നെ ഇടുന്ന പാസ്റ്റിങ്ങും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പാസ്റ്റിങ് നോക്കിയിട്ട് നമുക്ക് ഓരോ വണ്ടിയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നമ്മുടെ എൻജിൻ്റെ പെർഫോമൻസ് വേറൊരു രീതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അത് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളുണ്ട്, വൈറ്റ് സ്മോക്ക്, ബ്ലാക്ക് സ്മോക്ക്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞെങ്കിൽ എൻജിനിൽ കൂടുതൽ പെട്രോള് കത്തുണ്ടോ, എയർ, അതുപോലെ തന്നെ എൻജിനിൽ ഓയിൽ കത്തുണ്ടോ എന്നുള്ള കാര്യം ആ സ്മോക്കിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടി ഓടിച്ച് നോക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കണം. സ്റ്റാർട്ടാക്കി കീ ഓൺ ആക്കുമ്പോഴത്തേക്ക് കറണ്ട് ലൈറ്റുകളൊക്കെ കത്തുണ്ടോ നോക്കണം. ഡീസൽ വണ്ടി കഴിഞ്ഞ് അതിൻ്റെ വാണിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കത്തുണ്ടോ നോക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചെങ്കിൽ ആ വാണിംഗ് ലാമ്പുകളൊക്കെ വാണിംഗ് ലാമ്പുകളൊക്കെ കടണം. ഈ വണ്ടിയുടെ വാണിംഗ് ലാമ്പുകളൊന്നും കത്തുന്നില്ല. വാണിംഗ് ലാമ്പ് കട്ടും. വാണിംഗ് ലാമ്പ് കട്ട് കഴിഞ്ഞ് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കി നോക്കുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. സെൽഫിന്റെ കംപ്ലൈന്റ് വല്ലതുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിന്റെ ഉള്ളിൽ വരുന്ന ഫ്ലൈ വീലിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ഈ സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാക്കാം. അത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ നോയ്സിൽ വ്യത്യാസം വരും. ആ നോയ്സിൽ നിന്ന് നമുക്ക് ഇതിന്റെ കംപ്ലൈന്റുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ഇനി അടുത്തത് വണ്ടി ഓടിച്ചു നോക്കുക. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഗിയർ മാറുമ്പോൾ ഗിയറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, ഗിയർ ലിവർ മാറുമ്പോൾ ഗിയറിന്റെ ലിവറിന്റെ പ്ലേ, അതുപോലെ തന്നെ ഗിയർ ബോക്സിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ അത് മനസ്സിലാക്കാം. പിന്നെ കുറച്ച് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വരി കാര്യങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗട്ടർ റോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ സസ്പെൻഷൻ സാധനങ്ങൾ അങ്ങനത്തെ വല്ല കുലുക്കോ കാര്യങ്ങളോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ കിടന്നിട്ട് വലിയ കുറവാവുക, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്ലച്ചിന് കംപ്ലൈന്റ് ഉണ്ടോ, വണ്ടിയുടെ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു വണ്ടി എന്താ പറയാ, ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കാൻ പോണ ആൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ എപ്പോഴും ഇത് നമ്മളിപ്പോ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇറക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലും വണ്ടി അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകള് എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടുപോയിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അതല്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ അതിന് ഓട്ടത്തിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു വസ്തുത എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എ സി ഉണ്ട് വണ്ടിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യം. എ സിയുടെ വർക്കിംഗ് എന്താ, നമ്മൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തണുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എ സിയുടെ വർക്കിംഗ്. അപ്പൊ ആ വർക്കിംഗ് നടക്കുന്നുണ്ട്. എ സിയുടെ സ്വിച്ച് ഉണ്ട്, എ സിയുടെ മോട്ടറുണ്ട്, എ സിയുടെ ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ സാധനത്തിന്റെ വർക്കിംഗ് നടക്കണ്ടോ എന്നുള്ളത് നമ്മൾ അത് കൃത്യമായിട്ട് നോക്കണം. എ സി ഓൺ ആക്കിയിട്ട് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എ സി വർക്ക് ആവുണ്ടോ ഇല്ല എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് സാധനങ്ങളുള്ള വണ്ടികൾക്ക് സെൻട്രൽ ലോക്ക് അത് പുറത്തുനിന്നിട്ട് വർക്ക് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾക്ക് നമുക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ആ സ്വിച്ച് വെച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കാം. എല്ലാ ഡോറിന്റെയും പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊക്കെ ഈ ഓപ്ഷൻ വണ്ടികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനമൊക്കെ വർക്ക് ആവുണ്ടോ നോക്കണ്ടേ. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ നോക്കാം. പിന്നെ ഏതെങ്കിലും ഒരു സൈഡിലത്തെ പവർ വിൻഡോ വർക്ക് ആവില്ല എന്ന് വിചാരിക്കാം. ഇതൊന്നും നിങ്ങൾ വിചാരിക്കണമെങ്കിൽ വളരെ
ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഒരു മോട്ടറോ വല്ലോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ 12,000 രൂപ പോകും. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കി കണ്ടിട്ട് വേണം വണ്ടി എടുക്കാൻ. കാരണം ഇത് നോക്കി കണ്ട് ഈ വണ്ടീനെ കുറിച്ച് അറിയുന്ന ആളുകളോട് വില ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ നിലവിലുള്ള കംപ്ലൈന്റുകൾ പറഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. എന്നിട്ട് വേണം ഒരാളുടെ അടുത്ത് വണ്ടിയുടെ വില ചോദിക്കാനോ കാര്യങ്ങളോ. മാർക്കറ്റ് വില കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നല്ല വണ്ടിക്ക് ഒരു കാരണവശാലും മാർക്കറ്റ് വിലയ്ക്ക് നല്ല ഒരു വണ്ടി കിട്ടില്ല. ചിലപ്പോൾ 10,000-15,000 കൂടുതൽ കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറും അവൻ ഒരിക്കലും ആ മാർക്കറ്റ് വിലയ്ക്ക് വണ്ടി ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടില്ല. അതല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് ആണുള്ള വണ്ടി മാത്രമാണ് മാർക്കറ്റ് വിലയ്ക്ക് താഴത്ത് ചവിട്ടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് വിലയ്ക്ക് കിട്ടുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം, എപ്പോഴും നമ്മൾ കംപ്ലൈന്റ് ഉള്ള വണ്ടികൾ എടുത്തിട്ട് അത് ശരിയാക്കാം എന്ന് വിചാരിച്ചിട്ട് പണി അറിയാത്തവൻ എടുക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത നിലവിലുള്ള വണ്ടികൾ ഇവൻ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ലാഭമാണ്. അങ്ങനത്തെ വണ്ടികൾ തപ്പിയെടുക്കാവും ആരോഗ്യത്തിന് നല്ലത്. കാരണം ഒരു കംപ്ലൈന്റും ഇല്ലാത്ത വണ്ടിയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഓടിക്കോളും. എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് അങ്ങനെ. പിന്നെ നമുക്ക് അടുത്തത് ഇതിറങ്ങി ഞാനൊരു കാര്യം വിട്ടുപോയി, ടയർ കണ്ടീഷൻ നോക്കണം. കണ്ട, ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ടയറുണ്ട്. ഒരു ടയറിന് ഏകദേശം ഈ വണ്ടിയുടെ അല്ല, ഏറ്റവും വില കുറഞ്ഞ ടയറിന്, ഏറ്റവും ചെറിയൊരു Maruti 800 ടയറിന് വരെ 2,200 2,300 വില. അപ്പം 4 ടയർ മാറുന്നതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കോട്ടെ. അപ്പോൾ ഈ ടയർ കണ്ടീഷൻ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് വെച്ചെങ്കിൽ, തീരെ കുറവാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് വേണം ഒരു വണ്ടിയുടെ വില പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും പറയണു, അത്യാവശ്യം വണ്ടീനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അറിയാത്ത ആളുകൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി എടുക്കാൻ പോകണം വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടീനെ കുറിച്ചിട്ടുള്ള ഒരു നോളജും എക്സ്പീരിയൻസ് ഒക്കെ വേണം. അല്ലാത്ത ആളുകൾ ഇത് കണ്ടിട്ട് വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് കയ്യിൽ വിട്ടിട്ട് ഇന്ന തെറി വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരായിട്ട് വീഡിയോ ആയിട്ട് നല്ലൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.